നമസ്കാരം. എല്ലാവരും കർക്കിടക മാസം, മഴക്കാലം, അപ്പോൾ മോൺസൂൺ ഹെൽത്തി ടിപ്സും കർക്കിടക കഞ്ഞിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണല്ലേ. നമുക്കിന്ന് കുറച്ച് ഡിപ്രഷൻ അടിച്ചുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഹെൽത്തി ടിപ്സ് അറിഞ്ഞാലോ. സാധാരണയായി ഡിപ്രഷൻ വരുമ്പോൾ നമ്മളാകെ മൂടിയായിരിക്കും, മറ്റുള്ളവരോട് സംസാരിക്കാൻ തോന്നില്ല, അങ്ങനെയായിരിക്കും. പക്ഷേ ഈ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ ഹോബീസ് ക്രിയേറ്റ് ചെയ്യുക. ഹോബീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചിലവർക്ക് വായിക്കാനായിരിക്കും ഇഷ്ടം, ചിലവർക്ക് പാട്ട് പാടാനായിരിക്കും ഇഷ്ടം. അങ്ങനെ ഹോബീസ് ക്രിയേറ്റ് ചെയ്യുക. ഇത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ലക്ഷണമാണ്. നമ്മൾ ഹോബീസ് പ്രൊഡക്റ്റീവ് ഹോബീസ് ആണെച്ചാൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് നൽകും. അതിലൂടെ നമുക്ക് നല്ലൊരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് കടക്കാൻ പറ്റും. ഒരു ഹോബി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതത്ര ഈസി അല്ല. നമ്മുടെ പാഷൻ, ഉള്ളിലത്തെ പാഷൻ, നമ്മളെപ്പോഴും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിപ്രഷനിൽ നിന്നും നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഹോബീസ് എന്ന് പറയുന്നത് ഒരു പ്രൈം അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മുടെ പേഴ്സണാലിറ്റീനെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ. അപ്പോൾ ഹോബീസ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. ഹോബീസ് ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഡിപ്രഷനിൽ നിന്നും തിരിച്ചു വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഹോബീസ് സാധാരണയായിട്ട് നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ഹോബീസ് ലൈക്ക് ഡാൻസിങ് ഒക്കെ ആണെച്ചാൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഭയങ്കരമാണ്. നമ്മൾ ഡാൻസ് ഒക്കെ നമ്മുടെ ഹോബിയായിട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഹോബിയായിട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാക്സിമം നമ്മുടെ ഹെൽത്തിന് വളരെ എഫക്റ്റീവാണ്. ഫിസിക്കൽ ഹെൽത്തിന് എസ്പെഷ്യലി നമുക്കപ്പോൾ ഒരു ഫിറ്റ്നസ് സെൻറ്ററിലോ ഒരു ജിമ്മിലോ പോകേണ്ട ആവശ്യമില്ല. സാധാരണയായിട്ട് നമുക്ക് ഡാൻസ് ഒരു ഹോബി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു ഹെൽത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഫിസിക്കലി മെൻ്റലി നോക്കാന്ന് വെച്ചാൽ നമ്മുടെ ഓവറോൾ സെൽഫ് കോൺഫിഡൻസ് ഇത് ബൂസ്റ്റ് ചെയ്യും. പിന്നെ ചെറുതായിട്ടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവും എല്ലാത്തിനോടും. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മളെ ബിസിയാക്കി വയ്ക്കുന്നുള്ളതാണ് പിന്നെ അടുത്തുള്ള ഒരു ഹെൽത്തി ഓപ്ഷൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ ഡിപ്രഷൻ സ്റ്റേറ്റിലുള്ള ഒരാൾക്ക് എപ്പോഴും ഭയങ്കര മൂഡി ഫീലായിരിക്കും, തന്നെ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും. പക്ഷെ നമുക്കൊരു ഹോബി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാമെങ്കിൽ അത് നമ്മളെ ബിസി ആയിട്ട് വയ്ക്കാൻ സഹായിക്കും.